സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ സൈമൺ മീഡിയ വിഷൻ എന്ന എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ. ലോകത്തെമ്പാടുമുള്ള കഥാപ്രസംഗ പ്രേമികൾ എന്നെ വിളിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ദേശാന്തരങ്ങളിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ വേദികൾ ഒരുക്കിയ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ 13ാമത്തെ ഭാഗമായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. റാഹേലും പിന്നെ ലേയായും. യാക്കോബ് ലാബാന്റെ കൂടാരത്തിൽ വന്നിട്ട് വർഷം 7 7 സംവത്സരം തൻ്റെ പ്രിയപ്പെട്ട റാഹേലിന് വേണ്ടി സേവകനായിരിക്കാം, ദാസനായിരിക്കാം എന്നാണല്ലോ വാഗ്ദത്തം ചെയ്തത്. 7 സംവത്സരങ്ങൾ യാക്കോബ് പൂർത്തിയാക്കിയിരിക്കുന്നു. ലാബാന്റെ ആടുകളെ മെച്ചും പരിചരിച്ചും നടന്നു. റാഹേലിനെ തനിക്ക് വധുവായി തരുവാൻ പലപ്പോഴും യാക്കോബ് ലാബാനോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ലാബാൻ സമ്മതം മൂളി. അങ്ങനെ ആ വിവാഹം, വിരുന്ന് സൽക്കാരം സമംഗളം നടന്നുവല്ലോ. ആ രാത്രിയിൽ തനിക്കായി കെട്ടി ഒരുക്കിയ കൂടാരത്തിനുള്ളിൽ നവവധുവൻ ആയ റാഹേലിനെ കാത്തിരുന്ന യാക്കോബിന് എന്താണ് പറ്റിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിതച്ചത് തന്നെ കൊയ്യുകയായിരുന്നു. താൻ തൻ്റെ ജ്യേഷ്ഠനെ കബളിപ്പിച്ചു, തൻ്റെ അപ്പനെ കബളിപ്പിച്ചു. അത് ചതിയായി, വിത്തായി മുളച്ച് യാക്കോബിൻ്റെ തലയുടെ മുകളിൽ വടവൃക്ഷമായി വളർന്നു നിൽക്കുകയല്ലേ. തൻ്റെ കൂടാരത്തിനുള്ളിൽ നവവധുവായ റാഹേലിനെ കാത്തിരുന്ന യാക്കോബ് നേരം പുലർന്ന യാക്കോബ് കണ്ടത് ലേയായിരുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ അടുക്കൽ ചെന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിന് നീ എന്നെ ചതിച്ചു? ഇനിയൊരു വിഷവും തീണ്ടില്ലെന്നു നിരർത്ഥകമായി നിലച്ചു. ഇനിയൊരു വിഷവും തീണ്ടില്ലെന്നു നിരർത്ഥകമായി നിലച്ചു. ചേർത്തു പിടിച്ച കരങ്ങൾ തന്നെ ചതിയാൽ തകർത്തുടച്ചു. ചേർത്തു പിടിച്ച കരങ്ങൾ തന്നെ ചതിയാൽ തകർത്തുടച്ചു. ഇനിയൊരു വിഷവും തീണ്ടില്ലെന്നു നിരർത്ഥകമായി നിലച്ചു. ഇനിയൊരു വിഷവും തീണ്ടില്ലെന്നു നിരർത്ഥകമായി നിലച്ചു. യാക്കോബ് ലാബാന്റെ അടുക്കലെത്തി. എല്ലാം തകർന്നുവെന്ന് കരുതിയ എന്നെ കരം പിടിച്ചുയർത്തിയ അങ്ങ് തന്നെ എന്നെ ചതിച്ചിരിക്കുന്നു. എന്തിനെന്നെ ചതിച്ചു? എന്തിന് എന്നോട് ഈ ചതി കാണിച്ചു? യാക്കോബേ, ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കില്ല മകനെ, ചതിക്കില്ല. എൻ്റെ സഹോദരി പുത്രനായ, എൻ്റെ സഹോദരനായ നിന്നെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. മോനെ, റാഹേലും ലേയമോളും തമ്മിൽ എനിക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പറയൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എൻ്റെ ലേയമോളുടെ കണ്ണുകൾക്ക് അല്പ ഭംഗി, ശോഭ കുറഞ്ഞുപോയി എന്നുള്ളത് ശരി തന്നെ. ലാബാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു. ഒളിയമ്പുകൾ വീശി ഇടറുന്ന നൊമ്പരം കാണുവാൻ പതിയന്റെ സോദര. ഒളിയമ്പുകൾ വീശി ഇടറുന്ന ചങ്കിലെ
നൊമ്പരം കാണുവാൻ വഹിയന്റെ സോദര നിഗൂഢ തന്ത്രങ്ങൾ മെനയുകില്ല. പ്രാണനിൽ പ്രാണനായിരിക്കുന്നു നീ നിഗൂഢ തന്ത്രങ്ങൾ മെനയുകില്ല. പ്രാണനിൽ പ്രാണനായിരിക്കുന്നു നീ ഒളിയമ്പുകൾ വീശി ഇടറുന്ന ചങ്കിലെ നൊമ്പരം കാണുവാൻ വഹിയന്റെ സോദരാ. യാക്കോബേ, ഹാരാൻ ദേശത്ത് അതിസമ്പന്നനായ എനിക്ക് ആടുമാടുകളാലും വെള്ളി പൊന്ന് എന്നിവയാലും സമ്പന്നനായി എനിക്ക് എൻ്റെ ലേയ മോൾക്കൊരു പുരുഷനെ കണ്ടെത്തുക പ്രയാസമില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. എങ്കിലും എൻ്റെ 2 പെൺമക്കളും സന്തോഷവതികളായി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് എൻ്റെ ലേയ മോളെ സുരക്ഷിതമായ കരങ്ങളിൽ ഞാൻ എത്തിച്ചത്. നിനക്കൊരു കാര്യം അറിയാമോ? മൂത്തവൾ അവിവാഹിതയായിരിക്കുമ്പോൾ ഇളയവളെ കൊടുക്കുക ഈ ദിക്കിൽ പതിവില്ല. ആഴ്ചവട്ടം തികയട്ടെ, എൻ്റെ റാഹേൽ മകളെയും നിനക്കായി ഞാൻ തരാം. റാഹേലിനെയും തനിക്ക് ഭാര്യയായി കിട്ടുമെന്ന് കേട്ട യാക്കോബ് അതീവ സന്തോഷമാണ്. എല്ലാം കേട്ട് ലാബാന്റെ മുന്നിൽ നമ്രശിരസ്കനായി നിൽക്കുന്നു യാക്കോബ്. താതന്റെ പ്രിയവചനങ്ങൾ കേട്ട്, താതന്റെ പ്രിയവചനങ്ങൾ കേട്ട് തെളിഞ്ഞു അണഞ്ഞ തിരിയുന്നാളങ്ങൾ, തെളിഞ്ഞു അണഞ്ഞ തിരിയുന്നാളങ്ങൾ. താതന്റെ പ്രിയവചനങ്ങൾ കേട്ട് തെളിഞ്ഞു അണഞ്ഞ തിരിയുന്നാളങ്ങൾ, തെളിഞ്ഞു അണഞ്ഞ തിരിയുന്നാളങ്ങൾ. യാക്കോബേ, നീ എൻ്റെ റാഹേൽ മകൾക്ക് വേണ്ടി 7 സംവത്സരം കൂടെ നീ എനിക്ക് സേവകനായിരിക്കണം, എനിക്ക് ദാസനായിരിക്കണം. ലാബാന്റെ വാക്കുകൾ യാക്കോബ് സ്വീകരിച്ചു. കാരണം എന്താ? ഈ റാഹേല് യാക്കോബിന്റെ മനസ്സിൽ കുരുങ്ങിക്കിടക്കുകയാണല്ലോ. അതുകൊണ്ട് 7 സംവത്സരങ്ങൾ 7 ദിവസങ്ങൾ പോലെ കടന്നുപോയി. ഇപ്പോൾ കാനാനിൽ നിന്നും യാക്കോബ് ഹാരാനിൽ വന്നിട്ട് 15 സംവത്സരങ്ങളായിരിക്കുന്നു. 15 സംവത്സരങ്ങൾ 15 സംവത്സരങ്ങൾ യാക്കോബ് ഹാരാനിൽ നിന്നപ്പോൾ യാക്കോബ് ഒരു കാര്യം പഠിച്ചു. എന്താണെന്നറിയാമോ? ഈ ആടുമാടുകളെ എങ്ങനെ പരിചരിക്കണം, എങ്ങനെ വളർത്തി സമ്പന്നനാകണം, ദൈവത്തോട് എങ്ങനെ പറ്റിച്ചേർന്ന് ജീവിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നത് ഉപായമല്ല, തന്ത്രമല്ല, അതൊരു ശാസ്ത്രമാണെന്ന് യാക്കോബ് ഇതാ പഠിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം ഈ 15 സംവത്സരങ്ങൾ കൊണ്ട് യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. എങ്ങനെ രൂപാന്തരപ്പെടുത്തി? ഉലയിൽ ചുട്ടുപഴിപ്പിച്ച് ചുറ്റികയാൽ അടിച്ച് അടിച്ച് ചാരവും പതിരുമെല്ലാം കളഞ്ഞ് ഒരു തികഞ്ഞ മനുഷ്യനാക്കി, ഒരു ദൈവദാസനാക്കി യാക്കോബിനെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലാബാന്റെ കൂടാരത്തിലില്ലാത്ത ഒന്ന് യാക്കോബിന്റെ കൂടാരത്തിലുണ്ട്. യാക്കോബ് ആടുകളെ മേയ്ക്കാൻ പോകുന്ന വനാന്തരങ്ങളിലും വെളിമ്പ്രദേശത്തുമുണ്ട്, മരുഭൂമിയിലുമുണ്ട്. എന്താണ് ആ ഒന്ന്? ആരാധന, പ്രാർത്ഥന, സ്തുതി, യാഗം, അഭിഷേകം. പ്രിയമുള്ളവരെ, സ്തുതിയും പ്രാർത്ഥനയും ഇഴപിരിയാതെ ഉള്ളിടത്ത് യഹോവയായ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും.
തന്ത്രശാലിയാകുന്ന സാത്താന്റെ നുകം തകർത്ത് ദൈവമക്കളെ സംരക്ഷിക്കാൻ ആരാധനയുള്ളിടത്ത് അഭിഷേകമുണ്ട്. പ്രാർത്ഥനയും ആരാധനയും ഉള്ളിടത്ത് അഭിഷേകവും അനുഗ്രഹവുമുണ്ട്. പ്രിയമുള്ളവരെ, ആടുകളുമായി വനാന്തരത്തിൽ പോകുന്ന യാക്കോബ് ഇടവിടാതെ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നീ എന്നെ ചേർത്തു പിടിച്ചു, വഴിയിൽ വിളക്കായി തെളിഞ്ഞു. നീ എന്നെ ചേർത്തു പിടിച്ചു, വഴിയിൽ വിളക്കായി തെളിഞ്ഞു. കഴുകിത്തലോടിയുറക്കി കനവുകൾ യാഥാർത്ഥ്യമാക്കി. കഴുകിത്തലോടിയുറക്കി കനവുകൾ യാഥാർത്ഥ്യമാക്കി. നീ എന്നെ ചേർത്തു പിടിച്ചു, വഴിയിൽ വിളക്കായി തെളിഞ്ഞു. അന്നം തന്നു പുലർത്തി എന്നോട് കൂടെയിരുന്നു. അന്നം തന്നു പുലർത്തി എന്നോട് കൂടെയിരുന്നു. വസ്ത്രങ്ങൾ കൊണ്ടു പുതച്ചു സൗഖ്യമായി എന്നെ കാത്തു. വസ്ത്രങ്ങൾ കൊണ്ടു പുതച്ചു സൗഖ്യമായി എന്നെ കാത്തു. നീ എന്നെ ചേർത്തു പിടിച്ചു, വഴിയിൽ വിളക്കായി തെളിഞ്ഞു. നീ എന്നെ ചേർത്തു പിടിച്ചു, വഴിയിൽ വിളക്കായി തെളിഞ്ഞു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യഹോവയ്ക്ക്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യഹോവയ്ക്ക്. യഹോവയ്ക്ക് യഹോവയ്ക്ക് യഹോവയ്ക്ക്. 15 സംവത്സരം യാക്കോബ് ലാബാന്റെ കൂടെ നിന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് ആ കാര്യം? ലാബാന് നേരത്തെ ഉണ്ടായിരുന്നതിലും ആടുമാടുകൾ, വെള്ളി, പൊന്ന് എല്ലാം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഒരു പ്രാർത്ഥനക്കാരൻ കൂടെയുണ്ട്, അതാണ് കാര്യം. ലാബാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുമുണ്ട്, യാക്കോബേ, നീ എന്ന് എൻ്റെ കൂടാരത്തിന് മുന്നിൽ കാല് വെച്ചുവോ അന്ന് മുതൽ നിന്റെ ദൈവം എന്നെ അധികമായി എണ്ണി പറയാനാവാത്ത വിധം വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ആടുമാടുകളാലും കന്നുകാലികളാലും പൊന്നുകളാലും വെള്ളികളാലും അതിസമ്പന്നനായിരിക്കുന്ന ഞാൻ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരാളാണ്. 15 സംവത്സരങ്ങൾ 15 ദിനങ്ങൾ പോലെ കടന്നുപോയി. ലാബാൻ വാക്കുപാലിച്ചു. തൻ്റെ പ്രിയപ്പെട്ട മകൾ റാഹേലിനെ യാക്കോബിന് വധുവായി കൊടുത്തു. പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തോഷം യാക്കോബിന്. ലാബാൻ അന്നൊരു വിരുന്നൊരുക്കി. ചർച്ചക്കാരെയും ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും ഒക്കെ വിളിച്ച് വലിയൊരു വിരുന്ന് സൽക്കാരം നടത്തി. യാക്കോബിന് ഭാര്യമാർ 2 പേർ, റാഹേലും ലേയായും. ഈ 2 ഭാര്യമാർക്കും 2 ദാസിമാർ. ലാബാൻ തൻ്റെ മക്കൾക്ക് ഓരോ ദാസിമാരെ കൂടെ കൊടുത്തു.
ലേയായുടെ ദാസി സിൽപ, റാഹേലിന്റെ ദാസി ബിൽഹ. ഇവർ വെറും ദാസിമാരല്ല, ലേയായുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സിൽപ്പായാണ്. റാഹേലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ബിൽഹായാണ്. അതിമനോഹരമായ ഒരു കൂടാരം കണ്ടോ? വെളിം പ്രദേശത്ത് അതിവിശിഷ്ടവും ശ്രേഷ്ഠവുമായ കൂടാരം ആരുടേതാണ്? ലേയായുടേത്. ഈ ലേയായുടെ കൂടാരത്തിന് അരികിൽ തന്നെയാണ് സിൽപ്പായുടെ കൂടാരവും. ഒരു വെളിപ്പാടകലെ കാണുന്ന അതിമനോഹരമായ കൂടാരം കണ്ടോ? അതാണ് റാഹേലിന്റെ കൂടാരം. റാഹേലിന്റെ കൂടാരത്തിന് അരികിലാണ് ബിൽഹായുടെ കൂടാരം. ഈ യാക്കോബ് ഉണ്ടല്ലോ, അധിക സമയവും റാഹേലിന്റെ കൂടാരത്തിലാണ്. കാരണം തനിക്ക് പ്രിയപ്പെട്ടവൾ റാഹേലല്ലയോ. എന്നാൽ യഹോവയായ ദൈവം, തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് പിടിക്കുന്ന ദൈവം, ഉപേക്ഷിക്കപ്പെട്ടതിനെ ചേർത്ത് പിടിക്കുന്ന യഹോവയായ ദൈവം ആദ്യം അനുഗ്രഹിച്ചത് ലേയയാണ്. കാരണം എന്താണ്? ലേയ അനിഷ്ഠ, യാക്കോബിന് അനിഷ്ഠയായവൾ. ലേയ ഒരു മകനെ യാക്കോബിന് പ്രസവിച്ചു. ആ മകന്റെ പേരാണ് രൂബേൻ. ലേയ വീണ്ടും 3 മക്കളെ കൂടെ പ്രസവിച്ചു. ഒന്നാമത്തവൻ രൂബേൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തവൻ ലേവി. 4ാമത് ലേയ ഒരു മകനെ പ്രസവിച്ചു. മകന്, ആ പൊന്നോമന മകന് ലേയ ഒരു പേര് നൽകി, യഹൂദ. യഹൂദ, 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 സ്തുതിയായിരിക്കുമെന്നും സ്തുതിയായിരിക്കുമെന്നും സ്തുതിയായിരിക്കുമെന്നും. ഈ ലേയ 4 മക്കളെ പ്രസവിച്ചപ്പോൾ റാഹേൽ പരിഭ്രമിച്ചു നിൽക്കുകയാണ്, അമ്പരന്ന് നിൽക്കുകയാണ്. എന്ത്? അനിഷ്ടയായവൾ, തന്റെ ഭർത്താവായ യാക്കോബിന് പ്രിയങ്കരി അല്ലാത്തവൾ യാക്കോബിന് 4 മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഈ റാഹേലുണ്ടല്ലോ, ഉള്ളംകാല് മുതൽ ഉച്ചം തല വരെ അസൂയ കൊണ്ട് നിന്ന് വിറയ്ക്കുകയാണ്. അവൾക്ക് യഹോവയായ ദൈവം ആരാണെന്നും പിതാവായ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും അറിയാത്തതാണ് എല്ലാത്തിനും കാരണം. ഈ റാഹേല് സ്വയം പറഞ്ഞു, ഞാൻ ആരാണ്? ഈ ഹാരാൻ ദേശത്തിലെ സുന്ദരിയായവൾ, ഏറ്റവും അഴകുള്ളവൾ, എല്ലാവരും സ്നേഹിക്കുന്നവൾ, ബഹുമാനിക്കുന്നവൾ. അങ്ങനെയുള്ള ഞാൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ല. ഞാൻ മച്ചിയായവൾ, എന്നെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ കിട്ടുവാൻ വേണ്ടി, അതെ, റാഹേലായ എന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി എൻ്റെ ഭർത്താവ് യാക്കോബുണ്ടല്ലോ, എൻ്റെ അപ്പന് 1ഉം 2ഉമല്ല 15 സംവത്സരമാണ് സേവ ചെയ്തത്. 15 സംവത്സരം എൻ്റെ അപ്പൻ്റെ ദാസനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കണ്ടുവല്ലോ റാഹേലിൻ്റെ അഹംഭാവം, അഹങ്കാരം. ഞാനെന്ന ഭാവം ആര് കാണിക്കുന്നുവോ അപകടമാണ്, ആപത്താണ്. അതുകൊണ്ടാണ് റാഹേലിന്റെ ഗർഭം ദൈവം, യഹോവയായ ദൈവം അടച്ചു വെച്ചത്. പ്രിയമുള്ളവരെ, ഞാനെന്ന ഭാവം, അഹങ്കാരം ദൈവകോപത്തിന് കാരണമാകും. അഹങ്കരിക്കരുതൊരു നാളും വെറുമൊരു ശ്വാസം, അഹങ്കരിക്കരുതൊരു നാളും ഉറച്ചു നിന്നാൽ വെറുമൊരു ശ്വാസം. വയലിൽ വളരും പുൽക്കൊടി പോലെ വാടിക്കരിയും
ക്ഷണനേരം വയലിൽ വരും പുൽക്കൊടി പോലെ വാടിക്കരിയും ക്ഷണനേരം വാടിക്കരിയും ക്ഷണനേരം വാടിക്കരിയും ക്ഷണനേരം വാടിക്കരിയും ക്ഷണനേരം. റാഖേൽ യാക്കോബിന്റെ അടുക്കലെത്തി. ഹേ മനുഷ്യ, ഇവിടെ എന്തെടുക്കുക? എന്താ റാഖേലെ? എന്താ റാഖേലെ? നീ എനിക്ക് മക്കളെ തരേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. റാഖേലെ, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നിനക്ക് ഞാൻ മക്കളെ തരാൻ ഞാൻ എന്തുള്ളൂ? ലവളുണ്ടല്ലോ. ആരെക്കുറിച്ചാ നീ പറയുന്നത്? എൻ്റെ ചേട്ടത്തി ലേയ. അവളെ കൊഴാന്ന് 4 എണ്ണത്തെയാ പ്രസവിച്ചിരിക്കുന്നത്. ഞാൻ മച്ചി, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. എൻ്റെ ഗർഭം നിന്റെ ദൈവം അടച്ചു വച്ചിരിക്കുകയല്ലയോ? നീ എപ്പോഴും രാവന്തിയോളം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയല്ലയോ? എൻ്റെ കാര്യം നിന്റെ ദൈവത്തോട് പറയാത്തത്? റാഖേലെ, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കി ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഉള്ളം കയ്യിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സർവശക്തനും നിത്യനുമായ എൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. യജമാനനെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് അത് സ്വീകരിക്കുമോ? എന്താണ് റാഖേലെ? ഞാൻ മച്ചിയായവൾ, പ്രസവിക്കാത്തവൾ. എൻ്റെ ഗർഭം നിന്റെ ദൈവം അടച്ചു വച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുക. ഞാനല്ലേ മച്ചി? എൻ്റെ ദാസിയായ ബിൽഖയുണ്ടല്ലോ, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ. യാക്കോബ് സമ്മതിച്ചു. അങ്ങനെ റാഖേലിൻ്റെ ദാസിയായ ബിൽഖ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ റാഖേൽ പറയുന്നു, ഇത് യഹോവയായ ദൈവം എനിക്ക് തന്നതാണ്, എനിക്ക് വേണ്ടി ന്യായം നടത്തിയതാണെന്ന് പറഞ്ഞ് ആ പുത്രന്, ദാസി പ്രസവിച്ച പുത്രന് റാഖേൽ പേരിട്ടു ദാൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ ദാസി പ്രസവിക്കുന്നത് എങ്ങനെയാ റാഖേലിന്റെ മകനാകുന്നത്? പശുക്കിടാത്തി പറയുന്നു ആട് പ്രസവിച്ചത് തൻ്റെ കുഞ്ഞിനെയാണെന്ന്. നമ്മളെന്തായാലും തർക്കിക്കാൻ പോകേണ്ട. ബിൽഖ പിന്നെയും ഒരു മകനെ പ്രസവിച്ചു. ആ മകന് അവൾ പേരിട്ടു നഫ്താലി. ഈ റാഖേലിന്റെ ദാസിയായ ബിൽഖ രണ്ടാമത് പ്രസവിച്ചില്ലയോ നഫ്താലിയെ? അപ്പോൾ റാഖേൽ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എൻ്റെ സഹോദരിയായ ലേയയോടൊരു പോർ പൊരുതി ജയിച്ചിരിക്കുന്നുവെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പൊരുതി ജയിക്കുക സോദരിയോടല്ല, പൊരുതി ജയിക്കുക സോദരിയോടല്ല, സ്തോത്രയാഗം കൊണ്ടും സ്തുതിയാരാധനയാലും, സ്തോത്രയാഗം കൊണ്ടും സ്തുതിയാരാധനയാലും, പൊരുതി ജയിക്കുക സോദരിയോടല്ല, പൊരുതി ജയിക്കുക സോദരിയോടല്ല. പോരെങ്കിൽ പോര്. ലേയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ റാഖേലിനോട് പൊരുതുവാൻ തന്നെ തീരുമാനിച്ചു. അവൾ തൻ്റെ ദാസിയായ സിൽപ്പായെ അരികിൽ വിളിച്ചു. സിൽപ്പ, എന്താ യജമാനത്തി? നീ ഇങ്ങ് വാ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയട്ടെ. എന്താണ്? ഇന്ന് രാത്രി എൻ്റെ യജമാനൻ യാക്കോബ് നിന്റെ കൂടാരത്തിൽ രാപാർക്കും. ലേയായുടെ ദാസിയായ സിൽപ്പ യാക്കോബിന് 2 മക്കളെ പ്രസവിച്ചു, ഗാദും ആശേറും. ഇപ്പോൾ യാക്കോബിന് ലേയായിൽ മക്കൾ 4, 2 ദാസിമാരിലും 4. യാക്കോബിന് മക്കൾ 8 പേരായി.
ഈ യാക്കോബിൻ്റെ പിള്ളേർ 8 പേരും വളർന്നു. കൊച്ചുകുട്ടികളല്ല, വളർന്നു എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി കളിക്കുന്ന പ്രായമായി എന്നർത്ഥം. ഒരു ദിവസം യാക്കോബ് വയലിൽ പോകുമ്പോൾ രൂബേൻ കൂടെ ചെന്നു. കൊയ്ത്തുകാലം, പാടം നിറയെ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്നു. കണ്ടില്ലേ, സ്വർണം വാരി വിതറിയതുപോലെ ഗോതമ്പ് പഴുത്ത് ചെമ്പറം കൊണ്ട് നിൽക്കുന്നു. കണ്ണത്താ പാടം ദൂരെ, അകലെ, കണ്ണത്താ ദൂരം അകലെ. ഈ പാടത്തിൻ്റെ കരയിലൊക്കെ നിരവധി ഫലവൃക്ഷങ്ങളാണ്. ഈ രൂപേനുണ്ടല്ലോ, ഒരു മരത്തിൽ കയറി കുറച്ച് ദൂതായിപ്പഴം അടർത്തിയെടുത്തു. ഒരു കൊട്ട നിറച്ച് ദൂതായിപ്പഴം. ഈ ദൂതായിപ്പഴവും കൊണ്ട് യുദ്ധം കഴിഞ്ഞു വരുന്ന യോദ്ധാവിനെ പോലെ വരികയാണ് രൂപേൻ. അമ്മേ, അമ്മേ! ലേയ പുറത്തേക്ക് വന്നു. എന്താ മക്കളെ, എന്താ മക്കളെ? അമ്മേ, ഇതാ നോക്ക്, കൊട്ട നിറയെ ദൂതായിപ്പഴം. അമ്മേ, ഇതൊന്ന് കഴിച്ചു നോക്ക്. ഈ ദൂതായിപ്പഴം ഉണ്ടല്ലോ, നല്ല മധുരം, നല്ല മധുരം. തേൻ പോലിരിക്കുന്നു ദൂതായിപ്പഴം, കുട്ട നിറയെ അടർത്തിയെടുത്തു ഞാൻ. തേൻ പോലിരിക്കുന്നു ദൂതായിപ്പഴം, കുട്ട നിറയെ അടർത്തിയെടുത്തു ഞാൻ. പാടം നിറയെ വിളഞ്ഞു നിൽപ്പൂ, കണ്ടാൽ കൊതിയൂറും ദൂതായിപ്പഴം. പാടം നിറയെ വിളഞ്ഞു നിൽപ്പൂ, കണ്ടാൽ കൊതിയൂറും ദൂതായിപ്പഴം. തേൻ പോലിരിക്കുന്നു ദൂതായിപ്പഴം, കുട്ട നിറയെ അടർത്തിയെടുത്തു ഞാൻ. നല്ല മധുരമുള്ള ദൂതായിപ്പഴവുമായി രൂപേൻ വരുന്നത് റാഖേല് കണ്ടു. ആ റാഖേല് ലേയുടെ അടുക്കലെത്തി. എടി ലേയ, എനിക്ക് കുറച്ച് ദൂതായിപ്പഴം നീ തരുമോ? ഓ, ഇനി ദൂതായിപ്പഴം തരാത്ത കുറവേ ഉള്ളൂ. എൻ്റെ യജമാനനെ യാക്കോബിനെ കണ്ണും കൈയും കാണിച്ച് വശീകരിച്ചെടുത്തതും പോരാ, ഇനി എൻ്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കൂടെ വേണം. എടി ലേയ, നീ എനിക്ക് ചുമ്മാ തരണ്ട. പിന്നെ ഇന്ന് എൻ്റെ യജമാനൻ യാക്കോബ് നിന്റെ കൂടാരത്തിൽ രാപാർക്കും. അങ്ങനെ ദൂതായിപ്പഴത്തിന്റെ പേരിൽ ജനിച്ച മകനാണ്, യാക്കോബിന് ജനിച്ച മകനാണ് ഇസ്സാഖാർ. ലേയ 6ാമതൊരു മകന് ജന്മം നൽകി. അവന്റെ പേരാണ് സെബുലൂൻ. ലേയ 7ാമത് പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെ, ഒരു പൊന്നോമന മകൾ. അവളാണ് ദീന. ദീന, 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 ദീന. അഴകിൻ റാണി ദീന, അഴകിൻ റാണി ദീന, അഴകിൻ റാണി ദീന. പ്രിയമുള്ളവരെ, ആരും അറിയാത്തൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സംഭവം? റാഹേലുണ്ടല്ലോ, റാഹേൽ യഹോവയായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് എന്നും അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യഹോവയായ ദൈവം റാഹേലിന്റെ പ്രാർത്ഥന കേട്ടു. പിതാവായ ദൈവം റാഹേലിന്റെ അപേക്ഷ സ്വീകരിച്ചു, യാചന കൈക്കൊണ്ടു. റാഹേല് ഒരു പൊന്നുമകന് ജന്മം നൽകി. റാഹേലിന്റെ ഗർഭം യഹോവയായ ദൈവം തുറന്നു. ആ മകനാണ് യോസേഫ്. ലാബാൻ തന്റെ പ്രിയപ്പെട്ട മകൾ റാഹേലിന് വേണ്ടി, റാഹേലിന്റെ പുത്രന് വേണ്ടി അന്ന് വലിയൊരു വിരുന്നൊരുക്കി. ദേ, യാക്കോബ് ഇരുന്ന് ചിരിക്കുന്നത് കണ്ടോ? ഒഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ദീപശോഭയിൽ, ഒഴിഞ്ഞ സുമം
പൂത്തുവിടർന്നു ദീപശോഭയിൽ. ദൂരെ 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 ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം. ഒരുപാട് മരങ്ങൾക്കിടയിൽ പുതിയ വസന്ത കനിയായി, ഒരുപാട് മരങ്ങൾക്കിടയിൽ പുതിയ വസന്ത കനിയായി ഒരു മരം ഒരു മരം ഒരു മരം, ഒരുപാട് മരങ്ങൾക്കിടയിൽ പുതിയ വസന്ത കനിയായി ഒരു മരം ഒരു മരം ഒരു മരം, ഒഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ദീപശോഭയിൽ. ദൂരെ 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 ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം, ആരോ പാടുന്നൊരു ഗാനം. റാഹേൽ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചപ്പോൾ, യോസേഫിനെ പ്രസവിച്ചപ്പോൾ യാക്കോബിന്റെ ഒരധ്യായം പൂർത്തിയായി. യാക്കോബ് തന്റെ അമ്മായിയപ്പനായ ലാബാന്റെ അടുക്കൽ വന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാക്കോബേ? എന്റെ പിതൃദേശമായ കാനാനിൽ നിന്നും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അരികിൽ നിന്നും ഞാൻ വന്നിട്ട് സംവത്സരങ്ങൾ ഏറെയായിരിക്കുന്നു. എൻ്റെ അപ്പനെയും അമ്മയെയും കാണുവാൻ എനിക്കൊരു മോഹം. അതിലേക്കായി എൻ്റെ പിതൃദേശത്തേക്ക് പോകുവാൻ അങ്ങനെക്ക് അനുവാദം തരണം. ലാബാൻ ഒന്ന് പതറി. ലാബാൻ അവശനായി. ലാബാൻ തളർന്നു പോയി. ലാബാൻ ക്ഷീണിതനായി. അരുത് മകനെ, അരുത്. നീ എന്നെ വിട്ടു പോവുകയോ? അരുത് മകനെ, ഒരിക്കലും നീ എന്നെ വിട്ടു പോകരുത്. അതെനിക്ക് സഹിക്കുവാൻ കഴിയില്ല. അത് താങ്ങുവാനുള്ള ശക്തി എനിക്കില്ല യാക്കോബേ, ശക്തി എനിക്കില്ല. ലാബാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീറിറ്റിറ്റ് ഭൂമിയിലേക്ക് വീണു. ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, തന്റെ പിതൃദേശമായ കാനാനിലേക്ക് പോകുവാൻ ആഗ്രഹത്തോടെ വെമ്പലോടെ നിൽക്കുന്ന യാക്കോബിനെ. മറ്റൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. തന്റെ സകല അനുഗ്രഹങ്ങൾക്കും കാരണക്കാരനായ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഭർത്താവും തന്റെ സഹോദരിയുടെ മകനുമായ യാക്കോബിനെ പിരിയുന്നതിലുള്ള ദുഃഖം ലാബാന്. യാക്കോബ് തന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ലാബാനോട് പറഞ്ഞു കഴിഞ്ഞു. യാക്കോബ് സ്വന്തം നാടായ കാനാനിലേക്ക് പോകുമോ? നമുക്ക് കാത്തിരിക്കാം. ചരിത്രം അവസാനിക്കുന്നില്ല. ഈ ചരിത്രം ഞാൻ ഇവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. റാഹേലും പിന്നെ ലേയായും